ഇപ്പൊ കുറച്ചു നാളുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു. അന്ന് പത്രമാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എയർപോർട്ട് മുതൽ അമേരിക്കൻ പ്രസിഡന്റിന് താമസ സൗകര്യം ഒരുക്കിയ ഹോട്ടൽ വരെ റോഡിന്റെ ഇരു സൈഡിലും വലിയ മതിൽ പെട്ടെന്ന് പണി തീർത്തു. ഇതിനാണ് മതിൽ പണിഞ്ഞത്? സുരക്ഷയ്ക്ക് വേണ്ടിയല്ല. ആ മതിലിനപ്പുറം ചേരിയാണ്. ആ ചേരിയിൽ പുഴുക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. ദാരിദ്ര്യ പേക്കോലങ്ങളാണ്. ജീവിതത്തിലെ ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പതിനായിരങ്ങളാണ്. അപ്പൊ അവരെ അമേരിക്കൻ പ്രസിഡന്റ് കണ്ടാൽ ഇതാണല്ലോ ഇന്ത്യ എന്ന് മനസ്സിലാക്കും. അത് നമുക്ക് കുറച്ചിലാണ്. അപ്പൊ എന്ത് വേണം? ആ ചേരി പുനരധിവസിപ്പിക്കാനോ, ആ ചേരി നവീകരിക്കാനോ, അവർക്ക് മിനിമം ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ, ശുദ്ധജലം എത്തിക്കാനോ അല്ല നമ്മുടെ ഗവൺമെന്റ് മുൻകൈ എടുത്തത്. പെട്ടെന്നൊരു മതില് കെട്ടാനാണ്. ഒന്നും കാണില്ല. മതിലുകെട്ടി ദാരിദ്ര്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. മറകെട്ടി ദുരിതങ്ങളെ മറച്ചുവെച്ച് എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് അധികാരത്തിൽ നിൽക്കുന്നത്. ആ ഇന്ത്യയിൽ 2.5 കോടിയിലധികം മനുഷ്യർ ഇന്നും ചേരികളിൽ ജീവിക്കുകയാണ്. ചേരികളിൽ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർക്ക് ചിലപ്പോ സങ്കല്പിക്കാൻ, ഭാവനയിൽ കാണാൻ പ്രയാസമായിരിക്കും. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ചേരി ഇപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, സ്വാതന്ത്ര്യം ലഭിച്ച് 8 പതിറ്റാണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി ഇതാണ്. നിരക്ഷരത, തൊഴിലില്ലായ്മ, പട്ടിണി മരണം, പോഷകാഹാര കുറവ് കൊണ്ടുള്ള മരണം ഇത്യാദിയുള്ള എല്ലാ ദുരിതങ്ങളെയും നേരിടേണ്ടി വരുന്ന ഒരു ജനതയായി നമ്മൾ നിൽക്കും. രാജ്യം ഭരിക്കുന്നവരോ ആരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു? ഇക്കൊല്ലം ഫെബ്രുവരി മാസത്തിൽ, ഇപ്പൊ ആഗസ്റ്റ് അല്ലേ ആയുള്ളൂ, ഫെബ്രുവരിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടു. ഇൻഡോ-US ഡീൽ. ആ കരാറിന്റെ വ്യവസ്ഥകൾ പുറത്തുവിട്ടില്ല, രഹസ്യമാക്കി വെച്ചു. നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യവുമായി ഒരു കരാർ ഒപ്പിടുമ്പോ ആ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നറിയാൻ ന്യായമായും ഓരോ ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്, ഇല്ലേ? ഈ കുളവൻമുക്കിലെ ഏതെങ്കിലും ഒരു BJP കാരനുണ്ടെങ്കിൽ ആ BJP കാരന് അവകാശമില്ലേ? എന്റെ രാജ്യം മറ്റൊരു രാജ്യവുമായി കരാർ ഒപ്പിടുന്നു, വ്യവസ്ഥ എന്താണ് അറിയണ്ടേ? അതോ BJP കാർക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ അറിയണ്ട, പക്ഷെ മനുഷ്യന്മാർക്ക് അറിയണം. ഞാൻ മനുഷ്യനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഉത്കണ്ഠപ്പെടുകയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയണ്ടേ? ആ ദിവസങ്ങളിൽ അമേരിക്കൻ കൃഷി വകുപ്പ് സെക്രട്ടറി ബ്രൂക്കർ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ബ്രൂക്കറുടെ പ്രസ്താവനയുടെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: അമേരിക്കയിലെ കർഷകരുടെ താല്പര്യങ്ങൾ സമ്പൂർണമായും സംരക്ഷിച്ച പ്രസിഡന്റിന് അഭിനന്ദനങ്ങൾ. ആരുടെ താല്പര്യം? അമേരിക്കയിലെ കർഷകരുടെ താല്പര്യങ്ങളെ സമ്പൂർണമായും സംരക്ഷിച്ച പ്രസിഡന്റിന്, അമേരിക്കൻ പ്രസിഡന്റിന് അഭിനന്ദനങ്ങൾ. അമേരിക്കൻ കൃഷി വകുപ്പ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങളോ? തുടർന്നുള്ള ദിവസങ്ങളിൽ കരാറിന്റെ വിശദാംശങ്ങൾ കുറേശ്ശെയായി ചോർന്ന് പുറത്തു വന്നു. മാധ്യമങ്ങൾ അത് പുറത്തുവിടാൻ തുടങ്ങി. ആ ഘട്ടത്തിൽ മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമി കുറച്ചായി കേന്ദ്ര സർക്കാരിന്റെ ഒരു മുഖപത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് ഒരുപാട് പേർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനം അസ്ഥാനത്തല്ല. കേന്ദ്ര സർക്കാരിനെ എല്ലായ്പ്പോഴും പിന്താങ്ങുന്ന ആ രാഷ്ട്രീയത്തെ സ്വീകരിച്ചതുപോലെയാണ് പത്രം വായിച്ചാൽ തോന്നുക എന്നതാണ് വിമർശനം. നിൽക്കട്ടെ. പക്ഷെ ആ മാതൃഭൂമിക്ക് പോലും ഈ കരാറിനെ കുറിച്ച്, ഇൻഡോ അമേരിക്കൻ ഡീലിനെ കുറിച്ച് തങ്ങളുടെ എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് നൽകിയ തലക്കെട്ട് രാജ്യദ്രോഹ കരാർ എന്നായിരുന്നു. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർ ആ ലേഖനം ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവും. മാതൃഭൂമി, സാക്ഷാൽ മാതൃഭൂമി പോലും നമ്മുടെ രാജ്യം അമേരിക്കയുമായി ഏർപ്പെട്ട കരാറിനെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിശേഷിപ്പിച്ചത് രാജ്യദ്രോഹ കരാർ എന്നാണ്.
അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. യാതൊരു തടസ്സവും നിയന്ത്രണങ്ങളുമില്ലാതെ കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണികൾ തുറന്നു കൊടുക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതായിരുന്നു ആ കരാർ. ഇന്ത്യയിലെ കർഷകരുടെ ഭാവി ഇരുളിലാഴ്ത്തുന്ന ഒരു കരാർ. ഇന്ത്യയിലെ കർഷകരുടെ സ്ഥിതി എന്താണ്? 2 മണിക്കൂറിൽ 3 കർഷകർ വീതം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ കണക്ക്. കഴിഞ്ഞ 30 കൊല്ലായിട്ട്. ഇപ്പോ ഡിവൈഎഫ്ഐയുടെ ഈ പരിപാടി തുടങ്ങി അവസാനിക്കുമ്പോ 2 മണിക്കൂറാണ് സമയമെങ്കിൽ അതിനകം ഒരു 3 കൃഷിക്കാർ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് കണക്ക്. എന്തിനാത്മഹത്യ ചെയ്യുന്നു? കൃഷി ചെയ്തത് കൊണ്ട് മാത്രം ആത്മഹത്യയെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കൃഷി, കടം വാങ്ങി കൃഷി, അവസാനം കൃഷിനാശം, വിളകൾക്ക് ന്യായവില ലഭിക്കായിക, പല കാരണങ്ങളാൽ വായ്പ തിരിച്ചടയ്ക്കാനാവാതെ ജപ്തിയിലേക്ക് എത്തുമ്പോൾ ജീവനെടുക്കുന്നു. അങ്ങനെ ഏതാണ്ട് 3 ലക്ഷം കർഷകരാണ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ജീവനൊടുക്കിയത്. ഇന്ത്യയിൽ ഇന്ന് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം. കൃഷി ആത്മഹത്യയിലേക്കുള്ള വഴിയാണ് ഇന്ത്യയിൽ. ലോകത്ത് മറ്റൊരു രാജ്യവും അങ്ങനെയില്ല. ആ കാർഷിക മേഖലയെ വീണ്ടും തകർക്കുന്നതാണ് നേരത്തെ ഒപ്പിട്ട കരാർ. ആ കരാറിനെ കുറിച്ചാണ് മാതൃഭൂമി ദിനപത്രം രാജ്യദ്രോഹ കരാർ എന്ന് വിശേഷിപ്പിച്ചത്. ഈ കരാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ പരമാധികാരം, സ്വാതന്ത്ര്യം എപ്പോഴും സാമ്രാജ്യത്വത്തിന്റെ മുന്നിൽ അടിയറ വയ്ക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. ആ ഘട്ടത്തിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് ട്രഷറിയുടെ സെക്രട്ടറി സ്കോട്ട് ബസന്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. നിങ്ങൾ ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവും. പശ്ചാത്തലം എന്താണ്? റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞു. നമ്മൾ മൗനമായി സ്വീകരിച്ചു ആ ആജ്ഞ. ഇന്ത്യയോട് അമേരിക്ക പറയാണ്, നിങ്ങൾ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പാടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആഗോള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്ക പറഞ്ഞു, നിങ്ങൾ 1 മാസം വാങ്ങിക്കോ, ഒരു ഇളവ്, 1 മാസം റഷ്യയിൽ നിന്ന് വാങ്ങിക്കോ. അപ്പോഴും നമ്മൾ മൗനമായി സ്വീകരിച്ചു. അപ്പോഴാണ് സ്കോട്ട് ബസന്റിന്റെ പ്രസ്താവന, ഈ ഇന്ത്യക്കാർ ഞങ്ങൾ എന്തു പറയുന്നോ അത് അതേപോലെ കേൾക്കും. എന്തൊരു അനുസരണയുള്ളവരാണ്. എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞാൽ അവര് വാങ്ങില്ല, കുറച്ച് വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവര് വാങ്ങും. ആർജവമില്ലാത്ത ഒരു കൂട്ടരാണ് ഈ ഇന്ത്യക്കാരെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ട്രഷറിയുടെ സെക്രട്ടറി സ്കോട്ട് ബസന്റിന്റെ പ്രസ്താവന. ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ.